മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിച്ചതോടെ ഡയസ്റ്റോൺ മുന്നറിയിപ്പുമായി സർക്കാർ. സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പട്ടിക സർക്കാരിന് കൈമാറണമെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. ഡയസ്റ്റോൺ നിർബന്ധമാക്കിയാൽ ആരോഗ്യമേഖല സ്തംഭിപ്പിക്കും എന്നാണ് KGMCTയുടെ മുന്നറിയിപ്പ്. ഡോക്ടേഴ്സിന്റെ പണിമുടക്ക് സമരത്തെ നേരിടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ജീവനക്കാർ പണിമുടക്കിൽ ഏർപ്പെടുന്ന കാലയളവിൽ ഡയസ്റ്റോൺ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി സർക്കാർ ഉത്തരവിറക്കി. പ്രതിഷേധത്തിലുള്ള ഡോക്ടർമാർ ചിലർ ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരുടെ പട്ടിക അറ്റൻഡൻസ് സ്റ്റേറ്റ്മെന്റ് സഹിതം സർക്കാരിന് നൽകണമെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ ഉത്തരവിൽ പറയുന്നു. ഡയസ്റ്റോൺ നിർബന്ധമാക്കിയാൽ സമരം ശക്തമാക്കാനാണ് KGMCTയുടെ തീരുമാനം. ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങളെല്ലാം ഈ എല്ലാ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് നിർബന്ധിതരാകും. അത് ഈ രോഗി പരിചരണത്തെ ഗുരുതരമായിട്ട് ബാധിക്കാനാണ് സാധ്യത. അത് OPയിലിരിക്കുകയെന്നോ അല്ലെങ്കിൽ സർജറി മാത്രം ചെയ്യുമോ എന്നുള്ളതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം കിടക്കുന്ന പേഷ്യൻ്റെ കെയറുണ്ട്, കാഷ്വാലിറ്റി നോക്കുന്നുണ്ട്, 24 മണിക്കൂറും കാഷ്വാലിറ്റി റൺ ചെയ്യുന്നുണ്ട്, ICUs എത്രത്തോളം ICUs, അതായത് ഓരോ സ്പെഷ്യാലിറ്റിയുടെ കീഴിലുമുള്ള മൾട്ടിപ്പിൾ ICUs ഉണ്ട്. ഇത് നടക്കുന്നുണ്ട്. ലേബർ റൂംസ് ഉണ്ട്, അവിടെയുള്ള ICUs ഉണ്ട്, പീഡിയാട്രിക് നിയോനേറ്റൽ കെയർ. അങ്ങനെ ഇനി ഡയസ്റ്റോൺ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ജോലിയും അവർ ചെയ്യേണ്ട എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അനിശ്ചിതകാല OP, അധ്യാപന ബഹിഷ്കരണം എന്നിവ തുടരുന്നതിനൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഡോക്ടർമാർ നിർത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് KGMCTA പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.